ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് കയമരിയാണ് എടുത്തിട്ടുള്ളത്. കയമരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസുമതി റൈസും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ ഇത് കുതിർത്തി എടുക്കണം കേട്ടോ. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതോടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അരി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലേ ഉള്ളൂ പെട്ടെന്ന് ഇതൊന്ന് അരഞ്ഞു കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ഉള്ളത് ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം അരി അരച്ച മാവായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവൊക്കെ കുക്കായിട്ട് ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നാലുള്ളത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചൂടുള്ള വെള്ളമോ തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കറക്റ്റ് പാകത്തിൽ ആക്കിയെടുത്താൽ മതി. ഇനി ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഈ ഒരു ലൂസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. എന്നാൽ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് മുറിച്ചെടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം ഞാൻ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് നടുക കീറി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ നടുക പൊളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു നാരെടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വെള്ളത്തിലിട്ട് പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പീസായിട്ട് തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഞാൻ സ്റ്റീമറിലേക്ക് പഴമെല്ലാം മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പഴം കുക്കാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ തൊലിയും കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നാരും കളയാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ പരത്തി നമ്മൾ ഉന്നക്കായ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഉന്നക്കായ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുത്താൽ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഈ ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിക്സിലേക്ക് ഇത് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഉന്നക്കായയുടെ മുകളിൽ ഇത് ഒഴിച്ചിട്ടും സെർവ് ചെയ്യാം കേട്ടോ. ഉന്നക്കായ കറി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഈ ഒരു ക്രീമി ആയിട്ടുള്ള ഈ ഒരു മിക്സിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.